പാറ്റാക്കൂട്ടത്തിന്റെ പ്രതിഷേധം പൊളിഞ്ഞതിലെ ചില കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമില്ലെന്ന് അവകാശപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശൈലിയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. പാറ്റക്കൂട്ടം ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനെത്തിയപ്പോൾ അവർ ഉയർത്തിയ വിഷയത്തേക്കാൾ പ്രസക്തമായത് സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നവരാണ്. പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പരാജയം തുറന്നു കാട്ടാനുള്ള അവസരമാക്കി ജന്തർ മന്ദറിലെ പാറ്റകളുടെ സമരത്തെ മാറ്റി. കേന്ദ്ര സർക്കാരിനെതിരായി കാര്യമായ പ്രതിഷേധ സമരം പോലും സംഘടിപ്പിക്കാൻ കഴിയാത്തവർ ഇത്തരം അരാഷ്ട്രീയവാദ സമരങ്ങളുടെ ഭാഗമാകുമ്പോൾ അത് പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ പരാജയം തന്നെയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ സ്വീകരിച്ചത് രാഷ്ട്രീയമില്ലെന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും തെളിയിക്കുന്നു. ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും പരാജയമാണ്, രണ്ട് ഈ പറയുന്ന ഈ CJPയുടെയും പരാജയമാണ്. കാരണം CJP ഒരു യൂത്ത് മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഒരിക്കലും ഈ പൊളിറ്റിക്കൽ സപ്പോർട്ട് വാങ്ങാൻ പാടില്ലായിരുന്നു. കാരണം ഈ പൊളിറ്റിക്കൽ അജണ്ട വന്നതോടുകൂടി കൂടുതൽ യുവാക്കൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതൊരു തിരുത്തൽ ശക്തിയായിട്ട് മാറാം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് ഈ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട ഇതിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ആ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടായി. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നിലവിൽ അതൊരു ഈ പറഞ്ഞ ഇവിടുത്തെ ഒരു ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു സമര പ്രതിഭാസം മാത്രമായിട്ട് ഇവിടെ ഒതുങ്ങുകയാണ് ഇപ്പോൾ ഇത്. ഡൽഹി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ലാൽകൃഷ്ണ ജന്തർ മന്ദറിലെ പാറ്റക്കൂട്ടത്തിന്റെ സമരത്തെക്കുറിച്ച് പറയുന്നത് ഏറെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇവിടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 5 കേന്ദ്ര സർവകലാശാലകളും വിവിധ സംസ്ഥാന സർവകലാശാലകളും ഉള്ളൊരു പ്രധാനപ്പെട്ടൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്. അവരൊക്കെ തന്നെ സജീവമായിട്ട് അക്കാഡമിക്സിലും പൊളിറ്റിക്സിലും ഒക്കെ തന്നെ ഇടപെടുന്നൊരു സ്ഥലമാണ്. അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവിടെ ഈ പാറ്റ സമരം വളരെ പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇതിലെ ജനപങ്കാളിത്തം തീരെ കുറവായിരുന്നു. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ എക്സാം നടക്കുന്ന ആഴ്ചയാണ്. ഇവിടെ എക്സാമുകൾ ഒന്നും ബാധിച്ചിട്ടില്ല. എല്ലാ കുട്ടികളും എക്സാം എഴുതാൻ വരുന്നു. അവർ മറ്റു ആക്ടിവിറ്റികളിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കുന്നു. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആവട്ടെ, ജാമ്യ ആവട്ടെ, ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ സെൻഡ് ഓഫ്, മറ്റ് വിടവാങ്ങൽ പരിപാടിയൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ അതെല്ലാം തന്നെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും തന്നെ അത് ബാധിച്ചിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട്, ഡൽഹിക്ക് പുറത്തുനിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തുനിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നു. അവർ സമരത്തിന് വേണ്ടി വരുന്നു, അവർ സമരം ചെയ്യുന്നു, പോകുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഡൽഹിയിൽ പൊതുവെ. പാറ്റ പാർട്ടി സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിനോട് കടുത്ത എതിർപ്പുമായി ഹിറ്റുമായി ഒരു കൂട്ടരെത്തി. പാറ്റ പാർട്ടി ദേശവിരുദ്ധ സംഘടന എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ദേശപ്രേമികൾ പാറ്റ പാർട്ടി പ്രതിഷേധത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. പാറ്റ സമരത്തെ എതിർത്ത് ജന്തർ മന്ദറിലേക്ക് എത്തിയവരെയും ഡൽഹി പോലീസ് നീക്കം ചെയ്തു. പാറ്റകളുടെ സമരത്തിനെത്തിയവർ അവരുടെ ഭാഗം ന്യായീകരിച്ചു. अपनी जितनी पर्सनल लाइफ क्राइसिस को छोड़ के सब लोग यहाँ आए हैं देश के मुद्दे के लिए, तो कुछ तो बड़ी बात है कि देश का युवा आज इकट्ठा हुआ है. इसीलिए मेरी एक खुद की पॉइंट ऑफ व्यू है कि हम कहते हैं कि दूसरे देश का जेनजी क्या क्या कर रहा है. मैं कहती हूँ कि हमारे देश का जेनजी आज यहाँ इकट्ठा हुआ है, तो हमें ये खुद तालियों के हकदार हैं. കോക്രോച്ച് ഉന്നയിക്കുന്ന ആവശ്യം ആദ്യത്തെ ആവശ്യത്തിൽ തന്നെ ഞാൻ നിൽക്കുന്നുള്ളൂ. എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് ചെയ്യണം. അപ്പോഴും ഒരു സംശയം ഉയരുന്നത് ചില സമരജീവികൾക്കും പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾക്കുമൊക്കെ ജന്തർ മന്ദറിൽ സമരം ചെയ്യാൻ എന്തിനാണ് ഇങ്ങനെ ഒരു അരാഷ്ട്രീയവാദ കൂട്ടായ്മ എന്നതാണ്. പ്രതിപക്ഷ പാർട്ടികൾ മുന്നിൽ നിന്ന് ഒരു പ്രതിഷേധം നയിക്കാൻ പോലും കെൽപ്പില്ലാത്തവരായി മാറിയെന്നത് അവരുടെ ഇത്തരം പ്രവർത്തനം തന്നെ തെളിയിക്കുന്നു. ആദർശ് TS, ജനം, ഡൽഹി.